ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 NDPC എക്സാമിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ NDPC എക്സാമിന് ഹിസ്റ്ററിയിൽ, അതും മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മോഡേൺ ഹിസ്റ്ററി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗാന്ധിയൻ ഇറ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. 10 രണ്ട് പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ആദ്യത്തെ പാർട്ടിൽ നമ്മളൊരു ഗാന്ധിജിയുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചൊരു 10 ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാം. ഓക്കെ, സോ ഏതൊക്കെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്: ഹു ഫൗണ്ടഡ് ഹരിജൻ സേവക് സംഘ്? ആരാണ് ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത്? ഇത് നമ്മുടെ ഫൗണ്ടർ ഗാന്ധിജി തന്നെയാണ്. ആരാണ് ഫൗണ്ടർ? ഗാന്ധിജിയാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതാണ്: ഏത് വർഷമാണ് ഗാന്ധിജി ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത്? ഏത് വർഷം? 1932 നമ്മുടെ ഈ ഹരിജൻ ദേവസംഘ്, ഹരിജൻ തന്നെ ഉണ്ടല്ലേ, ആർക്കാണ്? നമ്മുടെ മൈനോറിറ്റി ആളുകൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ദളിതർക്ക് വേണ്ടി ഗാന്ധിജി ആരംഭിച്ച ഒരു സംഘടനയാണ് ഏത്? ഹരിജൻ സേവക് സംഘ് എന്ന് പറയുന്നത്. ഏത് വർഷം? 1932. നമുക്ക് ഈ 1932 എന്ന് പറയുന്നത് നമുക്ക് ഗാന്ധി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണല്ലേ. നമ്മുടെ ഈ പൂന പാക്ട് ഈ വർഷമാണ് അല്ലേ. പൂന പാക്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പൂന പാക്ട് ഏത് വർഷമാണ്? പൂന പാക്ട് 1932. പൂന പാക്ട് ആരൊക്കെ തമ്മിലാ സന്ധി? നമ്മുടെ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ അല്ലേ ഒപ്പുവെച്ച ഒരു ട്രീറ്റി, സന്ധിയാണ് ഏത്? പൂന പാക്ട് എന്ന് പറയുന്നത് അല്ലേ. ഏത് വർഷം? 1932 പൂന പാക്ട് ഒപ്പുവെച്ചത് കേട്ടാ. സോ അതുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഹരിജൻ സേവക് സംഘ് അതേ വർഷം തന്നെ 1932 എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത് കേട്ടാ. സോ പൂന പാക്ട് രൂപീകരിച്ച വർഷവും ഹരിജൻ സേവക് സംഘും പൂന പാക്റ്റും ഒരേ വർഷമാണ്. ഏത് വർഷം? 1932. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റിൽ ചോദിക്കുന്ന ഒരു സന്ധിയാണ് പൂന പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പം അതിന് മുന്നേ തന്നെ ഈ ഹരിജൻ എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് പഠിക്കാം. ഗാന്ധിജിയുടെ ഒരു പത്രത്തിൻ്റെ പേരും ഹരിജന. ഗാന്ധി പുറത്തിറക്കിയ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേരും ഹരിജനാണ്. ഹരിജൻ ആരുടെ ന്യൂസ് പേപ്പറാണ് ഹരിജൻ എന്ന് ചോദിച്ചാൽ അതും ഗാന്ധിജിയുടെയാണ്. അതുപോലെ ഗാന്ധിജിയുടെ ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് കൂടെ അങ്ങ് പഠിച്ചു പോകാം. ഗാന്ധിജിയുടെ പത്രങ്ങളാണ്: ഒന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ, ഗാന്ധിജിയുടെ ഒരു പത്രമാണ് കേട്ടോ, ഇന്ത്യൻ ഒപ്പീനിയൻ. പിന്നെ ഹരിജൻ, ദെൻ യങ് ഇന്ത്യ, ദെൻ നവജീവൻ കേട്ടോ. ഗാന്ധിജിയുടെ പത്രങ്ങളാണ് ഏതൊക്കെയാ? ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ, യങ് ഇന്ത്യ, നവജീവൻ. ഇതിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധി പബ്ലിഷ് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. അങ്ങനെയും ചോദിക്കാം. ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പബ്ലിഷ് ചെയ്ത പത്രം ഏത്? അത് ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് കേട്ടോ. ദെൻ ഇത് 4 നമ്മുടെ ഗാന്ധിജിയുടെ 4 പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. സോ ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ് ഇത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. രണ്ടാം ചോദ്യം: നെയിം ദി മേജർ റിവോൾട്ട് ഇൻസ്പയർഡ് ബൈ ദി മഹാത്മാ ഗാന്ധി അഗൈൻസ്റ്റ് ദി ഫോഴ്സ്ഡ് കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ. നമ്മുടെ ഇൻഡിഗോ ഫാർമേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഒരുപാട് എക്സാമിനും അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം തന്നെയാണ് അല്ലേ. ഏതാ? ചമ്പാരൻ സത്യാഗ്രഹ അല്ലേ. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹ അല്ലേ. ചമ്പാരൻ എവിടെയാ? ബീഹാറിലാണ് അല്ലേ. ബീഹാറിലാണ് ചമ്പാരൻ പറഞ്ഞത് അല്ലേ. ബീഹാറിലാണ് ചമ്പാരൻ. എന്താ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഇമ്പോർട്ടൻസ്? നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിൽ നയിക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദ ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹ കേട്ടോ. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ ഏത് വർഷമാണ്? 1970. അതും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം? 1917 ബീഹാറിൽ ചമ്പാരൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇൻഡിഗോ ഫാർമേഴ്സിന് വേണ്ടി ഗാന്ധി നയിച്ച ഒരു സമരമാണ് ഏത്? ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സത്യാഗ്രഹം കൂടിയാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. അതും എന്തിനെതിരെയായിരുന്നു? ഇത് ആ ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ നിലനിന്നിരുന്ന
തിങ്കത്തിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെതിരെ കേട്ടോ, ചമ്പാരനിലെ തിങ്കത്തിയ സിസ്റ്റത്തിനെതിരെ തിങ്കത്തിയ സിസ്റ്റത്തിനെതിരെ ആരംഭിച്ച ഒരു സമരം. എന്താണ് തിങ്കത്തിയ സിസ്റ്റം എന്ന് അറിയോ? തിങ്കത്തിയ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ചമ്പാരൻ എന്ന് പറയുന്ന ഗ്രാമം ഒരു കർഷക ഗ്രാമമാണ്. അവിടുത്തെ കർഷകർ അവരുടെ പ്രോപ്പർട്ടിയുടെ 23 പാർട്ടിൽ ഫോഴ്സ്ഫുള്ളി അവർ ഇൻഡിഗോ കൾട്ടിവേഷൻ ചെയ്യണം. ഇവിടെ നിർബന്ധമായും അവരെന്ത് നീലം കൃഷി, ഇൻഡിഗോ കൃഷി ചെയ്യണം. അത് ആർക്ക് വേണ്ടിയാ? ഇംഗ്ലീഷുകാർക്ക് വേണ്ടി, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഫോഴ്സ്ഫുള്ളി 23 പാർട്ടിൽ അവരെന്ത് ചെയ്യണം? ഇൻഡിഗോ കൃഷി. അതാണ് തിങ്കത്തിയ സിസ്റ്റം. അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ നടത്തിയ ഒരു സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹ. അതുപോലെ തന്നെ ഈ സമരത്തിലേക്ക് ഗാന്ധിജിയെ ഒരാൾ ക്ഷണിക്കുകയായിരുന്നു. അതും ആരും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ NTPC ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ആരാണ്? രാജ്കുമാർ ശുക്ല. ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ, കഴിഞ്ഞ NTPCക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ഗാന്ധിജിയെ ഈ ചമ്പാരൻ സത്യാഗ്രഹയിലേക്ക് ക്ഷണിച്ചത്, ഇൻവൈറ്റ് ചെയ്തത്? ആരാണ്? രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന അവിടുത്തെ ഒരു ലോക്കൽ ലീഡറാണ് ഗാന്ധിജിയെ ആ സമരത്തിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെ 1917 ഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കും. സോ എന്ത് സത്യാഗ്രഹം? ഒരു ഇൻഡിഗോ ഫാർമേഴ്സിന്റെ ഒരു കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് വന്ന സമരമാണ് ചമ്പാരൻ. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം 1917 ഓക്കെ. ദെൻ ഇതിലിപ്പോൾ ഗാന്ധി നയിച്ച സമരങ്ങൾ തന്നെയാണ് എയും ബിയും സിയും. നമുക്ക് അതിൻ്റെ വർഷം കൂടി ഒന്ന് എഴുതിയാലോ? ഏത് വർഷമാണ്? ദണ്ഡി മാർച്ച് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹമാണ് അല്ലേ? ഏത് വർഷം? 1930 അല്ലേ? ദണ്ഡി മാർച്ച്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എപ്പോഴാണ്? അത് 1920 അല്ലേ? 1920 ആയിരുന്നു നോൺ കോപ്പറേഷൻ. അഹമ്മദാബാദ് മിൽ സമരോ? അത് 1918 അല്ലേ? 1918 കേട്ടാ. ഇതൊക്കെ ഈ വർഷം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള കേട്ടോ. ചോദിക്കും ദണ്ഡി മാർച്ച് എപ്പോ, അല്ലെ അഹമ്മദാബാദ് മിൽ സമരം എപ്പോ കേട്ടോ. വർഷം ചോദിക്കും. സോ കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കുക. 1918 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ചോദ്യം, ദ ചൗരി ചൗര ഇൻസിഡന്റ് ഡ്യൂറിംഗ് ദി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കേർഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ്? നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ് ചൗരി ചൗര. നമുക്കറിയാം അല്ലേ, ചൗരി ചൗര ഉത്തർപ്രദേശിലാണെന്നറിയാം. നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലേ, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഗാന്ധിജി ഇന്ത്യയിൽ നയിക്കുന്ന ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ് ആയിരുന്നു അല്ലേ? ഏത് വർഷം? 1920. നേരത്തെ നമ്മൾ പഠിച്ചു ഗാന്ധി ഇന്ത്യയിൽ നയിക്കുന്ന ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനാണ്. പക്ഷെ ഗാന്ധി ഇന്ത്യയിൽ നയിക്കുന്ന ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ് ഏതായിരുന്നു? അത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിരുന്നു 1920. അത് പിന്നീട് ഗാന്ധിജി പിൻവലിക്കാൻ കാരണമായ ഒരു ഇൻസിഡന്റ് ആയിരുന്നു ചൗരി ചൗര ഇൻസിഡന്റ് അല്ലേ? ചൗരി ചൗര ഏത് വർഷം? 1922 ഫെബ്രുവരി 4 കേട്ടോ. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കേട്ടോ. കഴിഞ്ഞ NTPCക്ക് ചോദിച്ചു ചൗരി ചൗര ഏത് ഡേറ്റ് കേട്ടാ. 1922 ഫെബ്രുവരി 4 എന്താ സംഭവടാ? ഈ നോൺ കോപ്പറേഷൻ്റെ ഭാഗമായി കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? സമരം ചെയ്യുകയും ആ സമരവുമായി ബന്ധപ്പെട്ട് ഈ ചൗരി ചൗര എന്ന ഗ്രാമത്തിലെ 1-2 ജനങ്ങളെ എന്ത് ചെയ്തു? പോലീസുകാർ വെടിവെച്ചു കൊന്നു. അതിൻ്റെ ഭാഗമായി അവിടുത്തെ ജനങ്ങൾ അന്ന് രാത്രി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ തീയിടുകയും ആ തീവെപ്പിൽ അതിൻ്റെ അകത്തുണ്ടായിരുന്ന 10-22 പോലീസുകാർ എന്ത് ചെയ്തു? കൊല്ലപ്പെടുകയും ചെയ്തു അല്ലേ? ഈ സംഭവം ഗാന്ധിജി അറിയുകയും അങ്ങനെയാണ് ഗാന്ധിജി എന്ത് പിൻവലിക്കുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചത് അല്ലേ? സോ നമ്മുടെ ഇപ്പോഴും ചോദിച്ചത്, ഇതൊക്കെ പ്രീവിയസ് എല്ലാം ചോദിച്ചുള്ള ചോദ്യമാണ്. പക്ഷേ ഇതവണ ചോദിച്ച ചോദ്യം ഈ ചൗരി ചൗര ഉത്തർപ്രദേശിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നാണ്. സോ ആൻസർ ഓപ്ഷൻ സി ഗോരഖ്പൂരിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ചൗരി ചൗര എന്ന പ്രദേശം ഇരിക്കുന്നത് കേട്ടോ. ചൗരി ചൗര ഏത് വർഷം? 1922 ഫെബ്രുവരി 4 ഇത് കാരണമാണ് ഗാന്ധിജി എന്ത് പിൻവലിച്ചത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചത്. സോ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇതിപ്പോൾ വെറൈറ്റിക്ക് അവർ ചോദിച്ചത് ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നാണ്. സോ നല്ല ചോദ്യം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഇൻ വിച്ച് ഇയർ ഡിഡ് മഹാത്മാഗാന്ധി ഓർഗനൈസ് എ സത്യാഗ്രഹ ടു സപ്പോർട്ട് ദി പെസൻസ് ഓഫ് ദി ഖേദ ഡിസ്ട്രിക്റ്റ്? നമ്മുടെ ഗുജറാത്തിലെ ഒരു ജില്ലയാണ് ഖേദ. ഇതിലിവിടെ ഗാന്ധിജി നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു അഗ്രികൾച്ചർ സ്ട്രൈക്കാണ് ഖേദ സത്യാഗ്രഹ എന്ന് പറയും. അത് ഏത് വർഷം എന്നാണ് നമ്മുടെ ചോദ്യം. സോ വർഷം 1918 കേട്ടോ. അത് 18 2 സമരമാണ് ഗാന്ധി ഗുജറാത്തിൽ നയിച്ചത്. ഒന്ന് ഖേദ സത്യാഗ്രഹയും 2 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണല്ലേ. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ഖേദ സത്യാഗ്രഹയും ഏത് വർഷം? 18. 17 1917 ഏതാ? അത് ഗാന്ധി നയിച്ച ചമ്പാരൻ സത്യാഗ്രഹ.
ചമ്പാരൻ സത്യാഗ്രഹ. ഏത് വർഷം? 1917. 19 ഗാന്ധി ഒരു സമരം വെച്ചിട്ടുണ്ട്, റൗലക്റ്റ് സത്യാഗ്രഹ. കേട്ടോ, നമ്മുടെ റൗലക്റ്റ് ആക്ട് ഉണ്ടല്ലോ, 1919 ഇന്ത്യയിൽ റൗലക്റ്റ് ആക്ട് പാസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് റൗലക്റ്റ് സത്യാഗ്രഹം ഗാന്ധി നയിച്ചിട്ടുണ്ട്. ഏത് വർഷം? 1919. 20 ഗാന്ധിയുടെ ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ് ഏത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നമ്മൾ ഓരോ വർഷം കാണും തോറും ഇത് റിവിഷൻ പോലെ എന്ത് ചെയ്യുക, 2-3 വട്ടം റിപ്പീറ്റ് കേൾക്കുക കേട്ടോ. എവിടെയൊക്കെ ഇങ്ങനെ വർഷം കേൾക്കുക അവിടെയൊക്കെ നമ്മളിത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് എഴുതിയും പറഞ്ഞു പോകുക. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ എന്താവും? സെറ്റാവും. ഓക്കെ, സോ ഖേദ സത്യാഗ്രഹ ഏത് വർഷോടാ? 1918. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് പോയല്ലോ. അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് നാദൽ ഇന്ത്യൻ കോൺഗ്രസ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ? അത് നമ്മുടെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച ഒരു സംഘടനയാണ് നാദൽ ഇന്ത്യൻ കോൺഗ്രസ്. 1894. ആ വർഷം നോട്ട് വെച്ചോ, ചോദിക്കും കേട്ടോ. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച ഒരു സംഘടനയാണ്. കാരണം നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ഈ റഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ പേരിൽ നമ്മുടെ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, സൗത്ത് ആഫ്രിക്കയിലുള്ള ട്രെയിനിൽ നിന്നൊക്കെ ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പം അതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പുള്ളി ആരംഭിച്ച ഒരു സംഘടനയാണ് നാദൽ ഇന്ത്യൻ കോൺഗ്രസ്. ഏത് വർഷം? 1894. അതുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധി ഇവിടെ ഒരു പത്രമൊക്കെ ഇറക്കിയത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഗാന്ധിയുടെ ഏത് പത്രം? ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം അല്ലെ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രമൊക്കെ ആര് പുറത്തിറക്കിയത്? ഗാന്ധിജി പുറത്തിറക്കിയത്. സോ ഏത് വർഷമാണ്? 1894. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത ചോദ്യം, വെൻ ഡിഡ് മഹാത്മാഗാന്ധി റിട്ടേൺ ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ 2-3 വട്ടം പല പാറ്റേണിൽ കണ്ടിട്ടുണ്ട്. സോ ഇതിപ്പോൾ വർഷമാണ് ചോദിച്ചിരിക്കുന്ന വർഷം 1915 ജനുവരി 9. ആ ഡേറ്റ് കൂടെ പഠിക്കണേ. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും റിട്ടേൺ വന്ന വർഷം ഏത് വർഷമാണ്? ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് റിട്ടേൺ വന്നത് 1915 ജനുവരി 9. 1915 ജനുവരി 9. അപ്പോൾ ജനുവരി 9 നോക്കണം കേട്ടോ. നാഷണൽ പ്രവാസി ദിവസ്. നാഷണൽ പ്രവാസി ദിവസ് എന്നും ചോദിക്കും കേട്ടോ. ഇന്ന് ജനുവരി 9. കാരണം ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും റിട്ടേൺ വന്ന വർഷം അന്നാണ്. പിന്നെ അതുപോലെ ഇടയ്ക്കൊരു എക്സാമിന് വേറൊരു ക്വസ്റ്റ്യൻ കണ്ടു. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് റിട്ടേൺ വന്ന സമയത്ത് ഗാന്ധിജിയുടെ വയസ്സ് എത്രയായിരുന്നു? അതൊരിക്കലും എക്സാമിന് കണ്ടതാണ് കേട്ടോ. ഗാന്ധിജിയുടെ ആ സമയത്ത് ഏജ് എത്രയാണ്? സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ചെയ്യണമെങ്കിൽ സിമ്പിളാണ്. ഇപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഒറ്റ കാര്യമുള്ള, നമ്മൾ ഗാന്ധി ജനിച്ച വർഷം കൃത്യമായി പഠിച്ചു വെച്ചാൽ മതി. ഗാന്ധി ജനിച്ച വർഷം 1869 ഒക്ടോബർ 2 അല്ലേ. അപ്പോൾ ഈ വർഷം അറിയാമെങ്കിൽ നമുക്ക് ഈ പാറ്റേൺ എങ്ങനെയാണെന്ന് ചോദിക്കാം കേട്ടോ. സോ ഗാന്ധി ജനിച്ചത് 1869. അപ്പം ഗാന്ധി റിട്ടേൺ വന്നപ്പോൾ ഗാന്ധിയുടെ വയസ്സ് 45-ാമത്തെ വയസ്സ് അല്ലേ. 45 വയസ്സാണ് ഗാന്ധിജിക്ക് ആ സമയത്ത് അല്ലേ. സോ അത് നമുക്ക് ആ ഒരു ഐഡിയ വെച്ച് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം അങ്ങനെ 1869 ഗാന്ധി ജനിച്ചത്. സോ തിരിച്ചു വന്നത് 1915. സോ അദ്ദേഹത്തിൻ്റെ 45-ാമത്തെ വയസ്സ്. 45 വയസ്സ് ഇപ്പം നമുക്ക് കൃത്യമായി പറയാം 3 മാസം 7 ദിവസം എന്നൊക്കെ ഉണ്ട്. സോ നമ്മുടെ ഓപ്ഷനിൽ 45 ആൻസർ. സോ ഏതാണ്? 45-ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി റിട്ടേൺ ഇന്ത്യയിൽ വന്നത്. ഓക്കെ, ചിലപ്പോൾ 45 ഓപ്ഷൻ കാണത്തില്ലായിരിക്കും, ഓപ്ഷനിൽ 46 അതാണെങ്കിൽ എടുക്കാം. കാരണം 46-ാമത്തെ ഏജിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സോ 45 അല്ലെങ്കിൽ 46 നിങ്ങളുടെ ഓപ്ഷൻ നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ എടുത്താൽ മതി. ഓക്കെ, 1869 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ജനിച്ചത്. ഓക്കെ, സോ പുള്ളി ഇന്ത്യയിൽ റിട്ടേൺ വന്നത് ഏത് വർഷമാണ്? റിട്ടേൺ വന്നത് 1915 ജനുവരി 9. അതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജി റിട്ടേൺ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധി ആദ്യമായി പങ്കെടുക്കുന്നത് 1916 കേട്ടോ. അതൊരിക്കൽ ചോദിച്ചത്, ഗാന്ധിജി എവിടെയാണ് 1916 ആദ്യമായിട്ട് ജനങ്ങൾക്ക് എന്താണ് അപ്പിയറൻസ് കൊടുക്കുന്നത് കേട്ടോ? അത് നമ്മുടെ ബനാറസിലെ ഹിന്ദു കോളേജിൻ്റെ ഓപ്പണിങ്ങിനായിരുന്നു കേട്ടോ. ബനാറസിലെ ഹിന്ദു കോളേജിൻ്റെ ഓപ്പണിംഗ് സമയത്താണ് ഗാന്ധിജി ആദ്യമായി ജനങ്ങളെ എന്ത് ചെയ്യുന്നത്? അപ്പിയറൻസ് ചെയ്യും. ഇവിടെ നിന്ന് വന്നതിന് ശേഷം, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ജനങ്ങളെ ഗാന്ധിജി ആദ്യമായി അപ്പിയറൻസ് ചെയ്യുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിൽ വെച്ചെന്ന് ചോദിച്ചു. ഏത് യൂണിവേഴ്സിറ്റിയില്ല? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ജനങ്ങളെ എന്ത് ചെയ്യുന്നത്? ആദ്യമായി എന്ത് ചെയ്യുന്നത്? അപ്പിയറൻസ് ചെയ്യുന്നത് കേട്ടോ. അത് നല്ലൊരു ചോദ്യം കേട്ടോ. നല്ലൊരു വെറൈറ്റി ചോദ്യമായിരുന്നു കേട്ടോ.
1916 എവിടെ വെച്ചാണ് ഗാന്ധിജി ആദ്യമായി ജനങ്ങളെ പബ്ലിക് അപ്പിയറൻസ് കൊടുക്കുന്നത്? എവിടെയാണ്? 1916 ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു. ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അതും നല്ലൊരു ചോദ്യം കേട്ടോ, അത് നോട്ട് വെച്ചോ. കഴിഞ്ഞ NTPCക്ക് 2 ക്വസ്റ്റ്യൻ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മൂവ്മെന്റ് ഡിഡ് ഗാന്ധിജി മേക്ക് ദി ഫസ്റ്റ് യൂസ് ഓഫ് ഹങ്കർ സ്ട്രൈക്ക് ആസ് എ വെപ്പൺ ഇൻ ഇന്ത്യ? അപ്പം ഗാന്ധിജിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് അല്ലേ ആണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സത്യാഗ്രഹം അതേത്? അത് ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ? ഏത് വർഷം? 1917. നമ്മൾ കണ്ടു ഗാന്ധിജി നയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ്, അത് നമുക്കറിയാം. നാഷണൽ മൂവ്മെന്റ് ഏതാ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920. പക്ഷേ ഈ 2 സമരമല്ല ഗാന്ധിജിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക്. ഗാന്ധിജി ആദ്യമായി നിരാഹാരം കടന്നത് ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിലാണ്. ഏത് വർഷം അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്? 1918 അല്ലേ? 1918 അഹമ്മദാബാദ് മിൽ സമരത്തിലാണ് ഗാന്ധിജി എന്താണ് ആദ്യമായി നിരാഹാരം ഹങ്കർ സ്ട്രൈക്ക് കിടന്നത് അല്ലേ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട 18 ഒരു സമരം കൂടി പഠിച്ചതാ. 1918 വേറൊരു സമരം ഏതാ? അത് ഖേദ അല്ലേ? ഖേദ സത്യാഗ്രഹം ഗാന്ധി ഏത് വർഷമാണ്? 18. റൗലക്റ്റ് എപ്പോഴാടാ ഒന്നുകൂടെ പറഞ്ഞേ? റൗലക്റ്റ് എപ്പോൾ? 1919 റൗലക്റ്റ് ആക്ട് വരുന്നത് അല്ലേ? സ്വദേശി മൂവ്മെന്റ് നമ്മുടെ 1905 അല്ലേ? ഗാന്ധിയുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ മറ്റേ ബംഗാൾ പാർട്ടീഷനുമായി ബന്ധപ്പെട്ടതാണ് സ്വദേശി മൂവ്മെന്റ്. അത് 1905. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത ചോദ്യം, വിച്ച് പേഴ്സൺ ഡിഡ് ദി മഹാത്മാ ഗാന്ധി കൺസിഡർ ആസ് ഹിസ് പൊളിറ്റിക്കൽ മെന്റർ? ഗാന്ധിയുടെ പൊളിറ്റിക്കൽ മെന്ററായി കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? സോ സിമ്പിൾ ആണ്. ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരു ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. അതായത് നമ്മുടെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 1915 ഇന്ത്യയിൽ റിട്ടേൺ ആയതിനു ശേഷം ഗാന്ധിജിയുടെ എന്താണ് അഡ്വൈസർ അല്ലെങ്കിൽ മെന്റർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു എന്നാണ് നമ്മൾ ആരെ പറയുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ പറയുന്നത്. സോ സിമ്പിൾ ചോദ്യമാണ്, കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞ NTPCക്ക് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, മഹാത്മാ ഗാന്ധി started the famous salt march from Sabarmati to Dandi. In which district of Gujarat is Dandi? സിമ്പിൾ ചോദ്യമാണല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗാന്ധിയുടെ ദണ്ഡി മാർച്ച് അല്ലേ, നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അല്ലേ? ഏത് വർഷം സാൾട്ട് സത്യാഗ്രഹം? 1930 മാർച്ച് 12 ആരംഭിച്ചത്. ഇവിടെ ഡേറ്റ് കൃത്യമായി പഠിച്ചു വെച്ചോ. 1930 മാർച്ച് 12 ഗാന്ധിയുടെ സാൾട്ട് സത്യാഗ്രഹം അല്ലേ? എവിടെ നിന്ന് എവിടം വരെ? ഗുജറാത്തിലെ സബർമതി മുതൽ ദണ്ഡി വരെയാണ് അല്ലേ? സോ ഒരുപാട് പാറ്റേൺ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ദണ്ഡി മാർച്ച് ആരംഭിച്ച ഡേറ്റ് ഏതാ? അത് മാർച്ച് 12 മാർച്ച് 12 ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. സബർമതിയിൽ നിന്നും എവിടേക്ക്? ദണ്ഡിയിലേക്ക്. പിന്നെ ഇത് ഈ ഒരു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ കൂടെ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്ര ഫോളോവേഴ്സ്? 78 ഫോളോവേഴ്സ് ആണ് ഗാന്ധിജിയുടെ കൂടെ ദണ്ഡി മാർച്ചിൽ എന്ത് ചെയ്തിട്ടുള്ളത്? പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെ ഗാന്ധിജിയും കൂട്ടരും എവിടെ എത്തും? ദണ്ഡിയിലെത്തും. മാർച്ച് 12 തിരിച്ച് ഏപ്രിൽ 6 ഏപ്രിൽ ചില ബുക്കിൽ 5 എന്നും പറയുന്നുണ്ട്, 5, 6 കേട്ടോ, 5 അല്ലെങ്കിൽ 6 ഏപ്രിൽ 6 ഗാന്ധി എവിടെ എത്തും? ദണ്ഡിയിൽ റീച്ച് ആവും. ഇവിടെ എത്ര പേരാ കൂടെ ഉണ്ടായിരുന്നത്? 78 പേരായിരുന്നു ഗാന്ധിജിയുടെ കൂടെ ഈ ഒരു സമരത്തിൽ പങ്കെടുത്തിരുന്നത്. സോ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല, ഇപ്പൊ ചോദിച്ച ചോദ്യം ഏതാ? ഈ ദണ്ഡി ഗുജറാത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ഇരിക്കുന്നതെന്നാണ്. സോ നല്ലൊരു ചോദ്യം കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഗുജറാത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ദണ്ഡി സ്ഥിതി ചെയ്യുന്നത്? സോ ഓപ്ഷൻ ഡി നവ്സാരിയാണ് കേട്ടോ. ഗുജറാത്തിലെ നവ്സാരി ഡിസ്ട്രിക്റ്റിലാണ് ഈ ദണ്ഡി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ദണ്ഡി എവിടെയാണ്? നവ്സാരി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പൊ എന്നാ ദണ്ഡി മാർച്ച്? 1930 മാർച്ച് 12 സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 6 അല്ലെങ്കിൽ ഏപ്രിൽ 5 എന്ത് ചെയ്യുന്നു? അവിടെ റീച്ച് ആവുന്നു. ഓക്കെ, എത്ര പേരെ ഗാന്ധിജിയുടെ അതിൽ പങ്കെടുത്തത്? 78 ഫോളോവേഴ്സ് ആണ് പങ്കെടുത്തത്. ആ ദണ്ഡി എന്ന് പറയുന്ന ആ ബീച്ച് അല്ലെങ്കിൽ ദണ്ഡി സ്ഥലം എവിടെ ഇരിക്കുന്നത്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? നവ്സാരി ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹു ലെഡ് ദി മാർച്ച് ടു റെയ്ഡ് ദി
ദർശന സാൾട്ട് വർക്ക്സ് ആഫ്റ്റർ ഗാന്ധിജി വാസ് അറസ്റ്റഡ്. അത് നമ്മളിപ്പോൾ കണ്ട ഈ ഉപ്പ് സത്യാഗ്രഹം ഉണ്ടല്ലോ, ഇതിൽ നമ്മുടെ ഗാന്ധിജി ദന്തിയിലെത്തുകയും ഉപ്പുണ്ടാക്കുകയും ചെയ്തതിനു ശേഷം ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും അല്ലേ? ഗാന്ധിജിയെ ബ്രിട്ടീഷ് അറസ്റ്റ് ചെയ്ത്, അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഗാന്ധി അറസ്റ്റ് ചെയ്ത് ഏത് ജയിലിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധി അറസ്റ്റ് ചെയ്തത് ഏർവാദ ജയിലിലേക്കാണ്. അത് പൂനെയിലാണ് കേട്ടോ. പൂനെയിലെ ഏർവാദ എന്നൊരു ജയിലിലാണ് ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത്. എന്തുമായി ബന്ധപ്പെട്ട്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം സാൾട്ട് സത്യാഗ്രഹം ആരാണ് ലീഡ് ചെയ്തത്? ആരെന്നറിയോ? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, അബ്ബാസ് ത്യാബ്ജി ആണ്. ആരാണ്? ഓപ്ഷൻ ഡി, അബ്ബാസ് ത്യാബ്ജി ആണ് അതിൻ്റെ ആൻസർ കേട്ടോ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കേട്ടോ. സോ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഏത്? ഈ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ഏത് ജയിലിലാണ്? ഏത് ജയില്? ഏർവാദ ജയിൽ. എവിടെ ഏർവാദ ജയിൽ പറഞ്ഞത്? പൂനെയിലാണ് ഏർവാദ ജയിൽ വരുന്നത് കേട്ടോ. അതിനുശേഷം ഈ സമരം നയിച്ചത് ആരെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ അബ്ബാസ് ത്യാബ്ജി. അബ്ബാസ് ത്യാബ്ജി, ഓപ്ഷൻ ഡി, അബ്ബാസ് ത്യാബ്ജി ആണ് അതിൻ്റെ ആൻസർ. ഓക്കേടാ. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ച ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ ഒരു പാർട്ട് 2 കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പാർട്ട് 2ലും മറ്റ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ട് കൂടി ഉണ്ട്. സോ നമ്മുടെ ഈ ഒരു സീരീസ് കൃത്യമായി പഠിച്ചിട്ട് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് പോണ ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന NTPC എക്സാമിന് GKയുടെ സൈഡിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ തന്നെയാണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യം തന്നെയാണ് നമ്മൾ റിലേറ്റ് ചെയ്ത് പോകുന്നത്. സോ നമ്മളിപ്പോൾ ചെയ്യുന്ന സീരീസും അങ്ങനെയാണ്, ഓരോരോ ടോപ്പിക്ക് വെച്ചാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു റിവിഷൻ കൂടിയാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, സോ ഞാൻ അടുത്ത സീരീസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.